ഇന്ന് ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വാവായോണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പരിസരമൊക്കെ. അവിടെ തുണി കുറേ വെച്ചിട്ടുണ്ട്. കഴുകാനിട്ട തുണിയാണ്. തുണി കഴുകിയില്ല. അപ്പോൾ നന്ദയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നന്ദ ഇവിടെയാണ് പഠിക്കുന്നത്. ഈ ഇവിടെ സ്ഥലത്ത് അവളൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. പുതിയ താറാവാണ് നമ്മളെ വെള്ളച്ചീന കൊണ്ടുപോയി. നമ്മളൊരു പുതിയ താറാവിനെ വെച്ചാൽ ആദ്യം ഒരു താറാവ് 2 താറാവ് ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ. ഒരു വെള്ളത്താറാവും കറുപ്പനും ഒരു കറുപ്പനും. അപ്പൊ ആ താറാവ് വയ്യാതെ എൻ്റെ കാല് വയ്യാന്ന് മരിച്ചു പോയി കേട്ടോ, ചത്ത്. അപ്പോൾ നമ്മൾ കൊടുത്തതിന് കൊന്നില്ല, ചാവാറാന്നതിന് മുന്നേ കൊടുത്തതിന് ആ താറാവിന്. അപ്പം ആ കാര്യമാണ് അവൾ പറയുന്നത്. അപ്പം ഞാൻ മേടിച്ച് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് നോക്കി, വീടും പരിസരവും സ്ഥലങ്ങളൊക്കെ. താറാവിനെ കാണിച്ചു കൊടുക്കാനാണ് നന്ദ പറയുന്നത് അല്ലേ. ഒരാൾ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പം അത് പെണ്ണ് താറാവുണ്ട്, പെണ്ണാണ് കേട്ടോ മരിച്ചു പോയത്. മരിച്ചില്ല, അതിനെ മരിക്കാറായപ്പോൾ നമ്മൾ കൊടുത്തു ഒരാൾക്ക്. അപ്പം അതാണ് ആ താറാവ് അല്ലേ. അത് ഭയങ്കര കരച്ചിലാണ്. അത്തുവിൻ്റെ താറാവായിരുന്നു. അത്ത് ഭയങ്കര സങ്കടമായിരുന്നു അത്തുവിന് അല്ലടാ. ആണ് താറാവ് അതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? അതവിടെ 2 താറാവ്. മറ്റു പെണ്ണ് താറാവ് മുട്ടയിടുന്ന താറാവായിരുന്നു. കാരണം അത് ചത്തപ്പോൾ അതിനെ കൊടുത്തപ്പോൾ അത്തുവിന് ഭയങ്കര വിഷമായിരുന്നു അല്ലേടാ. അത്തു എന്താ താറാവിൻ്റെ താറാവ് അമ്മയാണ്. അമ്മ ഒരു ഹായ് കൊടുത്ത്. അമ്മക്ക് വയ്യാന്ന്. പരിസരം കാണിച്ചത് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ഭംഗിയാണ്. കായലിൻ്റെ അരുവിലാണ്. കായൽ പറഞ്ഞാൽ താഴെയാണ്. കായൽ താഴോട്ടാണ്. കായലിൻ്റെ അരുവിലാണ് വീട്. കാണിച്ചു തരാം. അങ്ങ് താഴെ ഇറങ്ങി പോണം. നന്ദ അതിൻ്റെ ഇടയിൽ കുറെ കോപ്രായങ്ങളാണ്. ഞാൻ ചെയ്യുന്നതും കൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് അവള് പറയുന്നത് വീഡിയോയിലൂടെ. ഒന്ന് വീഴാൻ അങ്ങ് താഴോട്ടാണ്. കായലിൽ അങ്ങ് വരും, അങ്ങോട്ട് വരും. കായലുണ്ട അങ്ങ്. ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ. നന്ദ കളിയാക്കുന്നത് രമണി കണ്ട. ഇതാണ് നമ്മളെ ഏരിയ സ്ഥലം. ഇത് വർക്കല കാപ്പിൽ വരും. ഇത് ബീച്ചൊക്കെ ഉണ്ട് കാണാൻ. അത് നമ്മൾ അങ്ങ് പോകണം, ബീച്ചിൽ അങ്ങ് ദൂരോട്ട് പോകണം. ഇതാണ് ഇപ്പം നമ്മളെ ഏരിയ പരിസരങ്ങളൊക്കെ. താഴോട്ട് കാടായി നല്ല നല്ല ഹൈവേ പോലെ കിടന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ പോകും. താഴെ റോഡുണ്ട്. ഹൈവേ പറഞ്ഞാൽ നല്ല സിറ്റി അല്ല, എന്നാലും അത്യാവശ്യത്തിന് വണ്ടികളൊക്കെ ഇറങ്ങിപ്പോവും. മദാമേ സായിപ്പ്മാരൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ വരും. അങ്ങനെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാടായത്. ഇപ്പോൾ ഇനി തൊഴിലുറപ്പായി ചെത്തി വൃത്തിയാക്കുമ്പോൾ സൂപ്പറായി സ്ഥലങ്ങളൊക്കെ. ഇവിടെയാണ് റിസോർട്ട് വരുന്നത് പറഞ്ഞു ഈ സ്ഥലത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഈ സൈഡായിട്ട് വരും നമ്മളെ വീട്. ഈ അരുവിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. വീണ്ടും ഈ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. ഇതാണ് സ്ഥലങ്ങൾ. കായലിൽ ഞാൻ ഒരിക്കൽ പോകുന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ ഒരിക്കൽ പോയി കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കായലൊക്കെ. അപ്പോഴും നല്ലോണം കായൽ കാണാം. ഇത്തിരി കുറച്ചേ കാണുന്നുള്ളൂ കേട്ടോ. താഴെ അങ്ങ് ഇറങ്ങി പോകണം. നല്ല വെയിൽ, കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ഇത് താറാവ് കുഞ്ഞുങ്ങൾ. ഇതിനെ കാണിക്കുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. അത് ഇതാ ഉണ്ടാ, അത് കരയുന്നു. ഇന്നലെ മിനിങ്ങാന്ന് കൊണ്ടുവന്ന ഇത്തിരി പൊടി കുഞ്ഞാണ് ഈ താറാവ്. അതാണ് താറാവ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ പറഞ്ഞു തരിക. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാൻ നോക്കും. എല്ലാ സ്ഥലവും കാണിച്ചു തന്നിട്ടില്ല. വരുന്നു അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.